ഒരടി അവൾക്ക് ആവശ്യ. പക്ഷേ ഞാനിനി ആരോടൊക്കെ ഇതിന് സമാധാനം പറയണമെന്നറിയോ? ഞാൻ ഇന്നിനി വന്നാൽ ശരിയാവില്ല. നീ പൊയ്ക്കോ. എന്റെ മരുമോളെ തല്ലാൻ മാത്രായോ നീ? മര്യാദയ്ക്ക് പൊയ്ക്കോ, അല്ലെങ്കിൽ ഇവരൊക്കെ കൂടി പോലീസിനെ വിളിക്കും. ഞാനങ്ങില്ല. എനിക്ക് പോലീസുകാരെ പരിചയം കൂടിയില്ല. ഒരടി വെച്ചു കൊടുക്കാൻ തോന്നിയത് എനിക്ക്. അയ്യോടാ, അടിക്കല്ലേ, നോവും. നീ പോ. അമ്മേ, അമ്മ പൂനെയിൽ പഠിച്ചിട്ടുണ്ടോ? ഏ അല്ല, അവിടെ പോലും ഇത്ര നന്നായിട്ട് അഭിനയൊന്നും പഠിപ്പിക്കില്ല അമ്മേ. കവിതയെ തല്ലാനായിട്ട് അമ്മ വിളിച്ചു വരുത്തിയതാണോ അവരെന്ന് എനിക്ക് സംശയമുണ്ട്. നീ എന്ത് തീരുമാനിച്ചു? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ. ഇനി അച്ഛനല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്ക് തീരുമാനിക്കാനൊന്നുമില്ല. നിന്റെ ജീവിതം നീയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്തു വേണമെന്ന് അച്ഛൻ പറയുന്നത്? ആനന്ദിനൊപ്പം ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. എപ്പോഴാ പോവേണ്ടതെന്ന് പറഞ്ഞാൽ മതി. നീ പറയുന്നത് എന്നെ തോൽപ്പിക്കുന്നത് പോലെയാ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഈ കാണിച്ചതൊക്കെ വിട്ടിത്തരമാണെന്ന് കരുതി ഞാനങ്ങ് സമാധാനിച്ചോളാം. വേണ്ടച്ച, അച്ഛനെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല ഞാൻ. മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ആനന്ദ് തന്നെയാ. നീ പൂർണ്ണ മനസ്സോടെയാണോ മോളെ ഈ പറയുന്നത്? ഇല്ലെങ്കിൽ അച്ഛൻ്റെ ആഗ്രഹങ്ങളെല്ലാം വേണ്ടെന്ന് വയ്ക്കാം. വേണ്ടച്ച, ഞാനും ആലോചിച്ചു. ഞാൻ തിരിച്ചു പോയിക്കോളാം. ബാലാമണിയെ സ്നേഹിച്ചു എന്നതൊഴിച്ചാൽ ആനന്ദ് തന്നെയാ ഏറ്റവും നല്ല ഭർത്താവ്. എന്നാ അച്ഛൻ ആനന്ദിനെ വിളിക്കട്ടെ, ഇങ്ങോട്ട് വരാൻ പറയാം. അയാൾ വരും. വരും. പക്ഷേ അത് വേണ്ടച്ച. ഒരിക്കൽ ഇവിടെ വന്ന് വിളിച്ചതല്ലേ, അന്ന് പോയില്ലല്ലോ. ഇനിയും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. പിന്നെയും പിന്നെയും തോൽക്കുന്നത് ഒരാളും ഇഷ്ടപ്പെടില്ല. നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഞാൻ പേപ്പർ ഫുള്ള് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതെ, ഞാൻ പറയാതെ. ഞാൻ വിളിക്കാം. ബൈ. ശരി. ആ മീൻകാരി ആരാനന്ദു? എനിക്കറിഞ്ഞേ പറ്റൂ. ഈ വീടുമായിട്ട് അവർക്കെന്താ ബന്ധം? എനിക്കെങ്ങനെ അറിയാം? നിനക്ക് അമ്മയോട് ചോദിക്കാൻ പാടില്ലേ? ചോദിച്ചു. കൃത്യമായിട്ട് ഒരു ഉത്തരം പറഞ്ഞില്ല. പക്ഷേ അമ്മയ്ക്ക് അവരെ അറിയാം, ശരിക്കും അറിയാം. അമ്മ പറയാത്തതാ. അവരെ ആദ്യം കണ്ടപ്പോഴേ ഒരു അഹങ്കാരിയാണെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷെ നിന്നെ ശരിക്കും തല്ലിയോ അവര്? തല്ലിയോന്നോ? ഇരുമ്പ് പോലല്ലേ അവരുടെ കൈയിരിക്കുന്നേ. അടി കൊണ്ടതും തല കറങ്ങിപ്പോയി എന്റെ. എന്നാലും എന്ത് ധൈര്യം അവർക്ക്? അല്ല, തല്ലാൻ മാത്രം ഇവിടെ എന്ത് കാര്യം ഉണ്ടായത്? നമ്മുടെ ബെഡ്റൂമിലെ കട്ടിൽ കയറി കിടന്നാ ഞാൻ സമ്മതിക്കോ? നമ്മുടെ ബെഡ്റൂമിലോ? നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ അമ്മയോട് ചെന്ന് ചോദിക്കും. അപ്പ അറിയാം. അല്ല, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല? അടിച്ച് പുറത്താക്കണ്ടേ അവരെ? അമ്മ ഒരു ഒഴുക്കം മട്ടിൽ എന്തൊക്കെയോ പറഞ്ഞു, അല്ലാതെ അവരെ കുറ്റമൊന്നും പറഞ്ഞില്ല. ഇതിലെന്തോ ചതിയുണ്ടാനന്ദു. അമ്മയുടെ പുറത്ത് പറയാൻ വയ്യാത്ത എന്തോ ഒരു രഹസ്യം ആ മീൻകാരിക്കറിയാം. അതുറപ്പാ. എന്നെ തല്ലിയ രണ്ടാമത്തെ ആളാ അവര്. ആദ്യം തല്ലിയത് ബാലാമണി. അവളുടെ ഗതി വരും ഇവർക്കും. വരുത്തും ഞാൻ. അമ്മേ, ഞാൻ എന്താ അമ്മയെ കേൾക്കുന്നത്? എന്താ? ഞാനൊന്നും കേട്ടില്ലല്ലോ. അതാ ഇവിടുത്തെ കുഴപ്പം. അമ്മ ഒന്നും കേട്ടതായിട്ട് ഭാവിക്കുകയില്ല. നീ കാര്യം എന്താന്ന് പറയാനെന്തോ? ഏതോ ഒരു മീൻകാരി വന്ന് കവിതയെ തല്ലിയിട്ട് പോയെന്ന് കേട്ടു. ഓ, അത്
വെറുതെ ഒരു ചെറിയ വഴക്ക്. അമ്മ എന്താ എത്ര നിസ്സാരമാക്കുന്നത്? അഴകത്ത് കയറി വന്ന്, അതും എന്റെ ബെഡ്റൂമിനകത്ത് കയറി വന്ന് എന്റെ ഭാര്യയെ തല്ലിയിട്ട് പോണമെങ്കിൽ നിസ്സാരക്കാരിയല്ലല്ലോ അവര്. അമ്മയുടെ അനുവാദം ഇല്ലാതെ അവരകത്ത് കയറില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആരാ അവര്? എന്റെ ഒരു പഴയ പരിചയക്കാരിയാ. പാവാ. എന്ത് പാവം? അടി കൊണ്ട് തല ഇറങ്ങിപ്പോയെന്ന് അവള് പറഞ്ഞത്. ചുമ്മാതാടാ, ചെറിയൊരടി. ചെറുതൊന്നുമല്ല. ഒറ്റയടിക്ക് തല ഇറങ്ങി പോണമെങ്കിൽ ചെറിയ അടിയാണോ അത്? ആണോ? എന്നാ വലിയ അടി. ചോദിച്ചു മേടിച്ചതല്ലേ. മുഖത്ത് നോക്കി തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച ആരായാലും തല്ലിപ്പോവും. ആദ്യം നിന്റെ ഭാര്യയോട് സംസ്കാരമുള്ള ഭാഷ ഉപയോഗിക്കാൻ പറയേ. അത് കൊള്ളാം. ഇപ്പൊ അവക്കായ കുറ്റം. ഈ മീൻപിടുത്തക്കാരും ഇറച്ചി വെട്ടുകാരുമായിട്ട് അമ്മയ്ക്ക് എന്താ ബന്ധം? എന്താ ബന്ധമെന്ന്? എനിക്ക് പല ബന്ധങ്ങളുണ്ടാവും. നീ എന്തിനാ അതൊക്കെ ചോദിക്കുന്നേ? എന്റെ ഭാര്യയെ തല്ലിയ കാര്യം ഞാൻ അമ്മയോട് ചോദിച്ചത്. വേറൊന്നുമല്ലല്ലോ. ഞാനല്ലല്ലോ. തല്ലിയവരോട് തന്നെ ചെന്ന് ചോദിക്ക. ചെല്ല്. ചെന്ന് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്ക്. അയ്യോടാ, ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നോട് എങ്ങനെയൊക്കെ? അല്ല, എടുത്തി കണ്ടോ? ആരായിരുന്നു അവര്? എവിടുത്തെ കാര്യം? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ അമ്മയുമായിട്ട് എന്തോ നിഗൂഢമായൊരു ബന്ധം അവർക്കുണ്ട്. എനിക്ക് തോന്നുന്നത് അമ്മയുടെ പഴയ പ്രേമബന്ധം വല്ലതും അവർക്കറിയോന്നാ. എന്താ? അല്ല, അങ്ങനെയല്ലേ സാധാരണ കഥകളിലൊക്കെ. ഏടത്തിയോട് ഞാൻ ഒന്നും ചോദിച്ചില്ല. ദേവി അതൊന്ന് പോവാവോ? അയ്യ, ഓരോരോ മണതരങ്ങളും പറഞ്ഞോണ്ട് വന്നിരിക്കും. ഞാൻ എന്തിനാടാ പോകുന്നേ? നീ പറഞ്ഞ ഞാൻ അനുസരിക്കേണ്ട കാര്യം എന്താ? അല്ല പിന്നെ ഇതാമേ കുറച്ച് കാശ്. എന്റെ നേരെ കാശ് വെച്ച് നീട്ടരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ കൊണ്ടുവരുന്ന 1 രൂപ പോലും ഈ വീട്ടിൽ വേണ്ട. ഞാൻ കൊണ്ടുവന്ന് തരുന്നതല്ല, ബാലാമണിയുടെ കുറച്ച് സ്വർണം വിറ്റ കാശാ. കൊച്ചിൻ്റെ ഓപ്പറേഷന് ഇതിൽ കൂടുതൽ വേണ്ടി വരില്ല. നിന്നോട് ആര് പറഞ്ഞു അത് വിൽക്കാൻ? അവക്ക് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ശ്രമിക്കും. എനിക്കാവും പോലെ ഞാൻ ശ്രമിക്കും. തിരിച്ച് വാങ്ങിച്ചു കൊടുത്ത് കടം വീട്ടാനല്ല, അനിയത്തിയോടുള്ള ഉത്തരവാദിത്വം കാണിക്കാൻ. അതിനുവേണ്ടി നീ ആരെയാ ഇനി തല്ലാനും കൊല്ലാനും പോകുന്നേ? ഓ, കുറേയായി ഞാനിത് കേൾക്കുന്നു. തെറ്റ് പറ്റിപ്പോയത് മുഴുവൻ ഏറ്റു പറഞ്ഞതാ. ഇതിപ്പോ നന്നാവാ സമ്മതിക്കാത്തത് ഈ തള്ള തന്നെയാ. ഈ വഴക്ക് ഇനിയെങ്കിലും ഒന്ന് നിർത്തുവോ? രാഘവൻ പറഞ്ഞതുപോലെ കുറേയായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ മിണ്ടുന്നില്ല. ദേ, നിന്റെ സ്വർണം വിറ്റുകൊണ്ട് വന്നിരിക്കുന്നു. കാശ് 40 പവനോളം പോയിട്ടുണ്ട്. എവിടെ പോയി? ഏറ്റവും വലിയൊരു ആവശ്യത്തിനല്ലേ അത് വിറ്റത്. രാഘവന്റെ ഇഷ്ടത്തിനൊന്നുമല്ല, എന്റെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞിട്ടാ രാഘവൻ വിറ്റത്. രാഘവൻ അത് അമ്മയുടെ കയ്യിൽ കൊടുക്ക്. വേണ്ട, ബാല പിടിച്ചത് പറ്റില്ല. അമ്മയുടെ കൈ തന്നെ കൊടുത്താ മതി. ഞാൻ കൊടുത്താ വാങ്ങിച്ചിട്ട് വേണ്ടേ? എന്നാ ഇങ്ങ് തന്നേക്ക്, ഞാൻ സൗകര്യം പോലെ കൊടുത്തോളാം. അയ്യോ, നീ അങ്ങ് സൗകര്യം പോലെ കൊടുക്കും. കള്ള് ഷാപ്പില് ഇങ്ങോട്ട് താടാ. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല മക്കളെ. ഒരാങ്കൊച്ചുണ്ടായ ഒരുപാട് പ്രതീക്ഷിക്കും തള്ളമാര്. നിന്നെക്കുറിച്ച് എനിക്കും അങ്ങനെ പ്രതീക്ഷയായിരുന്നു. അത് തകർന്നപ്പോ എനിക്ക് സഹിച്ചില്ല. അതാ. തകർന്നിട്ടൊന്നുമില്ലമ്മേ. എനിക്കും ആഗ്രഹമുണ്ടിപ്പോ അന്തസ്സായിട്ട് ജീവിക്കാൻ. അത് മതി. ഇനി ഈ അമ്മ ദേഷ്യപ്പെടില്ല. നമുക്കെല്ലാവർക്കും കൂടി പണിയെടുത്ത് ഈ കാശുണ്ടാക്കി ഇവക്ക് ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കണം. എനിക്കോ? എനിക്കെന്തിനാ അമ്മ ആഭരണം? നിനക്ക് വേണ്ടായിരിക്കും, പക്ഷേ എനിക്ക് വേണം. രാഘവൻ പറഞ്ഞ പോലെ കടം വീട്ടാനല്ല, എന്റെ സന്തോഷത്തിന്. എന്റെ സന്തോഷത്തിന് വേണ്ടി ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല. എനിക്കും ആഗ്രഹമുണ്ട് അന്തസ്സായിട്ട് ജീവിക്കാൻ. ഭാർഗവേട്ട, ബാക്കി സ്വർണം രാഘവൻ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നെടുത്ത് ഭാർഗവേട്ടന്റെ ആഗ്രഹം പോലെ നമുക്കൊരു വണ്ടി വാങ്ങാം. അതുപോലെ മതി, അത് മതി. പക്ഷേ ആരും അതിന് ഇടങ്കോലിടാതിരുന്നാ മതി. ഭാർഗവേട്ട, നമുക്കെന്നാ ഇന്നോവ എടുക്കാം. അതിലാവുമ്പോ നമുക്ക് എല്ലാവർക്കും കേറാലോ. എന്തെടുക്കാന്ന്? ഇന്നോവ നല്ല കാറാ, ടാക്സി ഓടിക്കാനേ. എന്നാ വില വരുവടാ രാഘവ? അമ്മ അതിനൊരു 10-14 ലക്ഷം രൂപ വരും. ഓ, അത്രേ ഉള്ളോ?
കാശിന്ന് വല്ലതും ബാക്കി വന്ന 10,75,000 രൂപ കൊണ്ട് ഒരു പെട്ടിവണ്ടി വാങ്ങിച്ചു തരും. ചന്തയിൽ എൻ്റെ കൂടെ മീനെടുക്കാൻ വന്നോണം. പിന്നെ എല്ലാവർക്കും കൂടി യാത്ര ചെയ്യണോ? പെട്ടിവണ്ടിയുടെ പുറകിൽ ഒരു തഴപ്പാ വിരിച്ച് അതിലിരുന്നാ മതി. പുറത്തുള്ള കാഴ്ചയും കാണാം, കാറ്റും കൊള്ളാം. എന്തോമ്മ ഇത്? ഒരു ഇന്നോവക്കാരി. എന്നാ മോളെ ഇത് പിടിക്ക്. ഈശ്വര, ദോഷമൊന്നും വരുത്തരുതേ. എൻ്റെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഞങ്ങളെ രക്ഷിക്കണം, അത് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. മതി അച്ഛാ, ഒരുപാട് പ്രാർത്ഥിച്ചതല്ലേ, ഇനി പോവാം. കളഞ്ഞിട്ട് പോകുന്ന ജീവിതം വീണ്ടും തുടങ്ങാൻ പോവാ. അഴകത്തേക്ക് കയറി ചെല്ലുന്നതിന് എന്തെങ്കിലും വിഷമമുണ്ടോ എൻ്റെ മോൾക്ക്? മനസ്സില് ഒരു പ്രയാസമുണ്ടച്ചാ, പക്ഷേ ജാള്യതയൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാം, ഈ വാതില് ഞാൻ എന്നും തുറന്നിട്ടിരിക്കുമെന്നും പറഞ്ഞ അമ്മ എന്നെ അയച്ചത്. തിരിച്ചു ചെല്ലുകയാണെന്ന് ആനന്ദിനെ ഒന്ന് വിളിച്ചു പറയണ്ടേ? വേണ്ട, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് നേരിട്ട് പറഞ്ഞോളാം. കോടതി മുറിയിലൊക്കെ വെച്ച് ഒരുപാട് അപമാനിച്ചു ആനന്ദിനെ. അതിൻ്റെ ഒരു പ്രയാസമേ ഉള്ളൂ എനിക്ക്. അതൊക്കെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ മോളെ. പെറ്റീഷൻ അങ്ങ് പിൻവലിച്ചാൽ മതിയല്ലോ. പെറ്റീഷൻ പിൻവലിച്ച കോടതിയിലെ കേസല്ലേ തീരൂ. മനസ്സിനേറ്റ മുറിവ് അത് മാറ്റാൻ പറ്റില്ലല്ലോ അച്ഛാ. ചെയ്തു പോയ തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. തെറ്റുകളോ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആനന്ദ് എന്നോട് തെറ്റ് ചെയ്തിട്ടുള്ളൂ. എന്റെ മനസ്സിൽ അന്നും ഇന്നും എപ്പോഴും ആനന്ദ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എന്നെ മനസ്സിലാക്കാൻ ആനന്ദിന് പറ്റും. അച്ഛവാ. നന്നായിരിക്കുന്നു. ഒറിജിനൽ മാറി നിൽക്കും. എന്റെ പണിക്ക് കുറ്റവും കുറവും ഉണ്ടാവില്ല. ഒരു കലാകാരൻ കൂടിയാ ഞാൻ. ചേച്ചിക്ക് ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കി തരാൻ പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കി തരും. എന്നെ കണ്ടിട്ടെന്താ, തനിക്ക് ആനയെ പോലെ തോന്നുന്നുണ്ടോ? എന്താ മോളെ, എല്ലാം കറക്റ്റ് അല്ലേ? പെർഫെക്റ്റ് എന്ന് വെച്ചാ 100% ഓക്കെ. കാണുന്നത് പോലെ അല്ല, ഇവൻ ആള് കൊള്ളാം. കൈ നിറച്ച് കാശ് കൊടുത്ത് വിടാ അനിയേട്ടാ. കൊടുത്തു, ചോദിച്ചതിനേക്കാൾ കൂടുതൽ കൊടുത്തു. എന്താ ഇയാളുടെ പേര്? അച്ചു. എന്നാ അച്ചു പോയിക്കോ. ഇങ്ങനൊരു കാര്യം ചെയ്തെന്ന് ലോകത്ത് ആരോടും പറയരുത്. ഒക്കെ അനിയേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ ശരി, ഇനി ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, പോലീസ് വന്ന് കയറിയാ എന്റെ പേര് പറയാതിരുന്നാ മതി. ഇവന്റെ വാചകോ സഹിക്കാൻ മേലാത്തത്. അത് പോട്ടെ മോളെ, നീ പ്രിന്റ് നോക്കി. ഇത് ഒറിജിനൽ അല്ലെന്ന് ആരെങ്കിലും പറയൂ? ഇല്ല അനിയേട്ടാ, എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അനിയേട്ടന്റെ ഭാഗം അനിയേട്ടൻ ഭംഗിയായി ചെയ്തു. ഇനിയുള്ളതെല്ലാം എന്റെ ജോലിയാ. ഏറ്റവും റിസ്ക് പിടിച്ച പണിയത്. അതെ, ഇതെല്ലാം കൂടി ഒരു ബാഗിലാക്കാൻ അനിയേട്ടാ. ഇതെല്ലാം കൊണ്ട് എനിക്ക് അറപ്പുരയിലെത്തണം. ലോക്കറിലുള്ളതെല്ലാം പുറത്തെടുത്തിട്ട് അതുപോലെ ഇതെല്ലാം പകരം വെക്കണം. പിന്നെ അത് ആരും അറിയാതെ ഇവിടം വരെ എത്തിക്കണം. റിസ്കാ, പക്ഷേ ആ റിസ്കിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ അനിയേട്ടൻ. കോടികൾ, വിലമതിക്കാനാവാത്ത കോടികളുടെ അവകാശികളാവും നമ്മൾ. അതിനുവേണ്ടി ഒരാളെ കൊല്ലേണ്ടി വന്നാലും കൊല്ലും ഞാൻ.
യസ്യ സ്മരണമാത്രേണ സർവപാപവിമുച്യതേ. നമസ്തസ്യൈ നമസ്തസ്യൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ശരിക്ക് പ്രാർത്ഥിച്ചോളൂ ഉണ്ണിയമ്മേ, ചിലപ്പോ അതിന്റെ ഫലം കിട്ടും. എന്താ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. എന്തിനാടാ? അറിയില്ല, പെട്ടെന്ന് ചെല്ലണമെന്നും പറഞ്ഞ് സിയെ വിളിച്ചു. കാര്യം എന്താന്ന് പറഞ്ഞില്ലേ? ഇല്ല, എന്താന്ന് ചോദിക്കുന്നതിന് മുമ്പേ ഫോൺ കട്ട് ചെയ്തു. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം ഉണ്ണിയമ്മ. നല്ല വാർത്തയായിരിക്കും പറയണമെന്ന് പ്രതീക്ഷിച്ച്. അബി, ശോ, അബി, നീ ശരിക്കും തിരിച്ചു വന്നതാണോ? ശോ, എന്റെ ഈശ്വര, എനിക്ക് സമാധാനമായി. ദേ, ഇവിടെ കവിത ഭയങ്കര പോരാ. നീ ഒരു കൂട്ടില്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആനന്ദില്ലേ? ഉണ്ട് ഉണ്ട്, അകത്തേക്ക് വന്നേ. വാ അബി, വാ. വാ അബി. ആനന്ദ്, ആനന്ദേ, ഇതാരാ വന്നേക്കുന്നെന്ന് നോക്കിയേ. അല്ല, കോടതിയിലല്ലേ നമ്മൾ തമ്മിൽ കാണാറുള്ളൂ. എന്താ ഇവിടെ വന്നേ? ബന്ധം വേർപ്പെടുത്തുന്നതിന് ഞാൻ ഒബ്ജക്ഷൻ പറയുന്ന കരുതിയാണെങ്കിൽ പേടിക്കണ്ട, എനിക്ക് സമ്മതം. നീ എന്ത് വർത്താനം ആനന്ദേ ഈ പറയുന്നേ? കേസും കോടതി ഒന്നും ഇനിയില്ല. അഭിരാമി ഇവിടെ താമസിക്കാനാ വന്നേ. എങ്ങനെ? എന്റെ ഭാര്യ കേട്ടോ? ആ, അതെങ്ങനെ ശരിയാവുക? ഭാര്യ കൂടെ ഉള്ളപ്പോ അനിയന്റെ ഭാര്യയോട് ഇഷ്ടം തോന്നിയവനാ ഞാൻ. അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞ്. വേണ്ട, അങ്ങനെ പറയാൻ പോലും എന്റെ നാവ് പൊങ്ങില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മോനെ. ഇവൾക്കതിൽ പശ്ചാത്താപമുണ്ട്. നിങ്ങൾ ഒരുമിച്ച് കഴിയേണ്ടവരാ. അതിന് തയ്യാറായിട്ടാണ് എൻ്റെ മോള് വന്നിരിക്കുന്നത്. കഴിഞ്ഞതെല്ലാം മറക്കണം. എങ്ങനെ മറക്കാച്ചാ? കോടതി മുറിയിൽ നിന്ന് എന്റെ മനസ്സ് കരഞ്ഞതേ ഞാൻ എങ്ങനെ മറക്കുക? മദ്യപാനി, ആഭാസൻ, ഭാര്യ തല്ലുന്നവൻ, തരം കിട്ടിയ പഠിപ്പിക്കുന്ന കുട്ടികളോട് പോലും അനാശാസ്യം കാണിക്കുന്നവൻ, ഉയർന്ന ബ്ലഡ് പ്രഷറിൽ വൈകൃതങ്ങൾക്ക് നിർബന്ധിക്കുന്നവൻ, അങ്ങനെ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ഈ അഴകത്തെ ആനന്ദിന്. അതെല്ലാം കേസിന്റെ ബലത്തിനു വേണ്ടി. എന്നിട്ടിപ്പോ ബലം എവിടെ പോയി? ഇമ്മോറൽ ആക്ടിവിറ്റീസ് എല്ലാം ഉള്ള ഒരു ഭർത്താവിനെ വേണ്ടാന്ന് ദാ കോടതിയിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തോളല്ലേ അവള്. അന്ന് എന്റെ മനസ്സ് പെടയുന്നത് കാണാൻ കഴിയാത്ത ഇവക്ക് ഇപ്പൊ ഈ ചിന്ത എവിടുന്നുണ്ടായേ? ആരാ ഇതിന് പിന്നില്? അച്ഛനാണോ? അതോ ഇനി വേറെ വല്ലവരാണോ? ഇനി ഇതൊന്നുമല്ല, ഒരു രണ്ടാം കെട്ടിന് മറ്റാരും കിട്ടാത്തോണ്ടാണോ? അല്ല, ഞാനൊരു ഡോക്ടറാ. ആര് കണ്ടാലും അയ്യെന്ന് പറയാൻ തക്ക വൈരൂപ്യമൊന്നും എനിക്കില്ല. പണത്തിനും കുറവില്ല. ഈ നിമിഷം ഞാൻ മനസ്സ് വെച്ചാൽ ഒരു ഭർത്താവിനെ കിട്ടാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ മറ്റാരെക്കാളും നല്ലത് ആനന്ദാണെന്ന് ഞാൻ വിചാരിച്ചു പോയി.
അല്ലാതെ കുറ്റബോധം കൊണ്ട് പശ്ചാത്തപിച്ച് വന്നതൊന്നും അല്ല ഞാൻ. എന്നോട് കാണിച്ചതൊന്നും ഒരു ഭാര്യയോടും കാണിക്കാൻ പാടില്ലാത്ത തെറ്റ് തന്നെയാ. മോളെ വേണ്ട, പിണങ്ങാൻ വന്നതല്ലല്ലോ ഇവിടെ. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതിനെല്ലാം കാരണക്കാരൻ അച്ഛനാ. പട്ടിണി കിടന്ന് ചാവൊന്ന് പേടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മതിയായല്ലോ അച്ഛനിപ്പോ. ഓ അത് ശരി, നന്നായി അഭിരാമി, വളരെ നന്നായി. അച്ഛൻ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് പേടിച്ച് ഭർത്താവിനൊപ്പം താമസിക്കാൻ വന്ന ഭാര്യ. കൊള്ളാം. ഇവൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അല്ലേ അഭിരാമി? അച്ഛാ, എങ്ങനെ ഉദ്ദേശിച്ചാലും എന്നെ സംശയിക്കുന്ന, എന്നെ സ്നേഹിക്കാത്ത ഒരു ഭാര്യ എനിക്ക് വേണ്ട. തീരുമാനം അവസാനത്തേതാണോ? അതിന് സംശയം വേണ്ട അഭിരാമിക്ക്. അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി ഭർത്താവിനെ സ്നേഹിക്കാത്ത ഒരു ഭാര്യയെ എനിക്ക് വേണ്ട. അഭി, ഭാര്യ എന്ന് പറയണത് ഭർത്താവിന്റെ മനസ്സാവണം. ഈ വാമഭാഗം എന്ന് പറയണതേ അത് വാനോട് ഉയരേണ്ട ഒരു അവകാശ. ആ അവകാശത്തിന് യോഗ്യത ഇല്ല അഭി നിനക്ക്. എന്റെ യോഗ്യത ഞാൻ തെളിയിക്കും. ഒരു നല്ല ഭാര്യയായിട്ടിരിക്കാൻ എനിക്ക് കഴിയുമെന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ കാണിച്ചു തരും അനന്തന്. മോളെ നീ എന്താ ഇനി ഇവിടെ നിൽക്കണോ? അബി